Eid Mubarak. Eid Mubarak. നമുക്ക് ഈസാടുണ്ട്. ഈസനോട് പോയിട്ട് ഈദ് മുബാറക് പറയാം. ഓക്കെ. ഹലോ മുബാറക്. ഇതിന്റെ അന്ന് വർക്കിംഗ് ആണ്. റെഡി ആവണ്ടേ? റെഡി ആവണം, മാറ്റണം, വർക്ക് കഴിഞ്ഞിട്ട് പോവാം. നാട്ടിൽ നിന്ന് വന്ന പാർസലാണ്. ഇതിലാണ് പെരുന്നാൾ ഡ്രസ്സുള്ളത് ദിൽജൻ്റെ. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ എന്താ നോക്കാം. അച്ചാറൊക്കെ ഉണ്ട്, ബീഫ് അച്ചാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പോയിട്ട് ഒന്ന് കുളിക്കട്ടെ. എണീറ്റ് കുറേ നേരം ഇപ്പോഴാണ് കുളിക്കാൻ പോകുന്നത്. പിന്നെ ആക്ച്വലി ഇനി പീരീഡ്സ് ആയതുകൊണ്ട് നിസ്കാരമൊന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും അതെ, പെരുന്നാളാകുമ്പോൾ കറക്റ്റ് എനിക്ക് പീരീഡ്സ് വരും. ഞാനിപ്പോൾ ഫ്രഷായി. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യണം, ഡ്രസ്സപ്പ് ചെയ്യണം, വ്ളോഗ് എടുക്കണം, ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഒന്ന് ബേസിക് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ മേക്കപ്പും കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വ്ളോഗിൽ. സോ ലെറ്റ്സ് ഡു. റീസെൻ്റായിട്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. അപ്പം ഈ ഹെയർ സെറ്റ് ചെയ്ത് വെക്കണം, എന്നാലാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. പക്ഷെ എനിക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ വല്ലാണ്ട് അറിയില്ല. മറ്റേ ഇങ്ങനെ കേൾസൊക്കെ ചെയ്യില്ല, അതൊന്നും എനിക്കറിയില്ല, പഠിക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ ഇങ്ങനെ എൻ്റെ സ്ട്രെയിറ്റ് ഹെയറാണ്. അപ്പോൾ എൻ്റെ കോല് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതത്ര വലിയ രസമൊന്നുമല്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ എൻ്റെ ഹെയർ 2 ദിവസം കുളിച്ചില്ലെങ്കിൽ ഓയിലി ആയിട്ട് നിൽക്കും, ഇങ്ങനെ ഒട്ടി നിൽക്കും, പശു നക്കിയ പോലെ നിൽക്കും എൻ്റെ ഹെയർ. അതും എനിക്കിഷ്ടമല്ല. സോ അപ്പോൾ എനിക്ക് ഹെയർ സ്റ്റൈൽ ഞാൻ എന്തായാലും പഠിക്കണം. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ കൊറിയൻ സ്കിൻ കെയറിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ സ്ഥിരം ചെയ്യാത്തതുകൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സ്കിൻ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പീരീഡ്സ് ആയിട്ടും സ്ട്രെസ്സൊക്കെ ആയിട്ട് പിന്നെയും കുറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, കൊറിയൻ പ്രൊഡക്ട്സിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു മുന്നേ, ഒരു ഫ്യൂ വീക്സ് ബിഫോർ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ടോണർ, ഗ്രീൻ ടീ ടോണറാണ് യൂസ് ചെയ്യുന്നത്. കൊറിയൻ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിക്കുന്നത് സിയോൾ മാജിക് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ വെബ്സൈറ്റ് കൂടെയാണ്. ഒതൻറ്റിക് ആണ്, കാരണം കുറേ ഫേക്ക് കൊറിയൻ പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. ഇവൻ ആമസോണിലായാൽ പോലും നമുക്ക് മനസ്സിലാവില്ല, കാരണം ഇതിന് മുന്നേ വാങ്ങിച്ചതൊക്കെ കുറച്ചൊക്കെ ഫേക്ക് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കുന്നതൊക്കെ സിയോൾ മാജിക്കിലാണ്. അപ്പോൾ നിങ്ങൾക്കും ചെക്ക് ഔട്ട് ചെയ്യാം അവരുടെ പേജ്. നല്ല ഓഫേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് അറിയില്ല ഏതൊക്കെ പ്രൊഡക്ട്സാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സ്കിൻ ടൈപ്പും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും, വിച്ച് ഈസ് ഗുഡ്. കാരണം കുറേ കൊറിയൻ പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അറിയില്ല ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്താലാണ് നമുക്ക് വർക്ക് ആവാന്ന്. അപ്പോൾ എനിക്കെന്തായാലും എല്ലാ പ്രൊഡക്ട്സും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ എനിക്ക് വർക്ക് ആവുന്നുണ്ട്. മോയ്സ്ചറൈസർ ഡോക്ടർ അൽത്തിയൻ്റെ 345 ക്രീം. ഇത് ഭയങ്കര ട്രെൻഡിങ് ആൻഡ് പോപ്പുലർ ആണ്. ഇത് ഞാൻ രാവിലെ രാത്രി തന്നെ കേട്ടോ തേക്കുന്നത്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ, ഞാൻ സ്ഥിരമായിട്ട് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യില്ല. ഒരു വീക്ക് കറക്റ്റ് ചെയ്താൽ നെക്സ്റ്റ് വീക്ക് ഞാൻ ചെയ്യില്ല. എൻ്റെ പ്രശ്നം അതാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും സങ്കടം വന്നാലോ അല്ലെങ്കിൽ ഞാൻ സ്ട്രെസ് ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു മൂഡ് ഉണ്ടാവില്ല ഒന്നിനും. അങ്ങനെ പാടില്ല, ബട്ട് പണ്ടേ അങ്ങനെ തന്നെ എനിക്ക് സ്ട്രെസ് ആൻഡ് സങ്കടമായി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല, സ്കിൻ കെയർ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എനിക്ക് ഡ്രസ്സ് അപ്പ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഞാൻ. ഞങ്ങൾ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇടാം.
വെതർ മാറുന്നതനുസരിച്ചിട്ട് എൻ്റെ ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട്. പിന്നെന്താ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട് വെതർ ചേഞ്ചസ് കൊണ്ടാണ്. നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു, നമുക്കിനി മേക്കപ്പിലേക്ക് സ്വിച്ച് ചെയ്യാം. നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു, നമുക്കിനി മേക്കപ്പ് ചെയ്യാം. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനത്തെ മേക്കപ്പൊക്കെ ചെയ്യണം, അങ്ങോട്ട് ചെയ്യണേ. മേക്കപ്പ് ചെയ്യാം, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല എന്ത് മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ, അങ്ങോട്ട് ചെയ്യണ്ടേ. സോ ഞാനിവിടെ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തു, നമുക്ക് മേക്കപ്പ് ഇടാം. എൻ്റെ കയ്യിൽ എൻ്റെ പ്രൈമർ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പ്രൈമർ ഇടുന്നില്ല, പ്രൈമർ ഇടണം. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് തിങ് ഫൗണ്ടേഷൻ ഇടുന്നില്ല. ഇത് Too Facedൻ്റെ കൺസീലറാണ്. ഇതിട്ടാൽ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാ പരിപാടികളും കഴിയും, നല്ല കവറേജാണ്. എനിക്കിപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഒക്കേഷൻസിൽ ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്യണതാണ്. പക്ഷെ പൊതുവേ എനിക്ക് എന്താ അറിയില്ല, എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ലാണ്ടാവുന്നുണ്ട് വലുതാവും തോറും. ഇതൊക്കെ ഒരു ചടങ്ങായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. മേക്കപ്പ് ഇടണം, അതുകൊണ്ടാട്ടോ മടികളുണ്ടാവും. മേക്കപ്പ് ഇടണം, മേക്കപ്പ് കളയണം, അങ്ങനെ. എനിക്കിങ്ങനെ ചില കാര്യത്തിൽ ഭയങ്കര മടിച്ചാണ്, അത് മാറുന്നില്ല എത്ര വിചാരിച്ചിട്ടും. കണ്ടോ ഡിഫറൻസ് കണ്ടോ? ബ്യൂട്ടി ബ്ലെൻഡറും പിന്നെ ഇവിടെ ചെയ്യുന്ന ബ്രഷൊക്കെ വേണം. എനിക്ക് എല്ലാം പോയി എടുക്കാൻ മടിയുണ്ട്. ഞാൻ എല്ലാം ഈ ഒറ്റ ബ്രഷ് കൊണ്ട് പരിപാടി തീർക്കും. പിന്നെ എൻ്റെ ബ്രഷാണല്ലോ, ഞാൻ വേറെ ആരും യൂസും ചെയ്യണില്ലല്ലോ, കൊണ്ട് ഇറ്റ്സ് ഫൈൻ. സോ ബേസ് മേക്കപ്പ് ഓക്കെ. ഞാൻ കൺസീലർ ഉപയോഗിച്ചാണ് എൻ്റെ ഫുൾ ഫേസ് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തത്. ഈ സ്ട്രോപ്പ് ക്രീമും ഈ മാക്കിൻ്റെ ഈ സ്ട്രോപ്പ് ക്രീമും ഈ ബ്യൂട്ടി എന്താ പറയുക ബെനഫിറ്റിൻ്റെ ബ്യൂട്ടി ടിൻറ്റും കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് എൻ്റെ ചീക്സിലും ഹൈലൈറ്ററിലും ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഭയങ്കര നാച്ചുറലി ഒരു ഗ്ലോ കിട്ടും ഇത് യൂസ് ചെയ്താൽ. പ്രൊഡക്റ്റ് ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതും മിനിയും കിട്ടും. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോ, അടിപൊളി. സെറ്റിംഗ് സ്പ്രേ സീനൊന്നുമില്ല, നിനക്കല്ലേ സീന്. നമുക്ക് പണിയുണ്ടോ? ലിപ്സ്റ്റിക്കും ഗ്ലോസും ഇടണം. അത് ഞാൻ ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അത് ഇടാം. അപ്പോൾ കാണിച്ചു തരാം. ഇത് ഒരു പൗണ്ടേ ഉള്ളൂ. പ്രൈമർക്ക് 5 ലിപ് ലൈനറാണ്. നന്നായിട്ട് ഓക്കെ. സോ ദിസ് ഈസ് മൈ മേക്കപ്പ്. ഇനി നമുക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റണം. സോ എൻ്റെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ എടുത്തിരുന്നു. ഇനി വേഗം ഡ്രസ്സ് ചെയ്യണം. ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, നല്ല ടൈം ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ സമ്മറാണ്,
o'clock വരെ സണ്ണ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും എന്താണ് സൺഗ്ലാസ് അടുത്തോടുന്നുണ്ട് അതിനുള്ളിലുണ്ട്. എന്റെ ഫോട്ടോ ബർബറൊന്നും കാണുന്നില്ല. തോന്നുന്നിടത്ത് വെക്കുമ്പോ ആലോചിക്കണം. ഇനി അറേഞ്ച് ചെയ്ത് വെക്കാം. ഒന്ന് സെലക്ട് ചെയ്യോ എന്നിട്ട് പറഞ്ഞത്. ഈ ഗിസോന്റെ ഈ ഹെയർ ഓയിൽ, ഹണി ഇൻഫ്യൂസ്ഡ് ഹെയർ ഓയിൽ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. കറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ സിറമാണിത്. നല്ല സ്മെല്ലാണ്. ഒരു പെരുന്നാൾ വൈബ് ഒന്നും തോന്നുന്നില്ല. This one or this one? This one. ഇങ്ങനെ ആക്കണോ ഹെയർ? ഇങ്ങനെ എന്തെങ്കിലും ആക്കണോ? ഐ തിങ്ക് ഇതിക്ക് പ്ലെയിൻ ആ നല്ലത്. ഒരു പാകിസ്ഥാനി നിന്റെ ഇപ്പത്തെ ഷോർട്ട് ഹെയറും ഇത് നല്ല ചേരുന്നുണ്ട്. ലോങ് ഹെയർ ആണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ അല്ല, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കുത്തണോ? അങ്ങനെ എന്തെങ്കിലും ഊരുന്ന്. എപ്പോഴും തന്നെ എല്ലാവരും പറയും കേട്ടോ എനിക്ക് പാകിസ്ഥാനി കട്ടൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ തള്ളല്ല, കാര്യമായിട്ട് കോമൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ നേരിട്ട് കാണുന്നവരൊക്കെ പറയാറുണ്ട് എന്നെ കാണാൻ പാകിസ്ഥാനി കട്ടുണ്ടെന്നൊക്കെ. ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ ആക്ച്വലി എൻ്റെ അബ്ബൻ്റെ ഫാമിലിയൊക്കെ പട്ടാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല. സോ എൻ്റെ അബ്ബ ഈസ് പട്ടാണി, എൻ്റെ മമ്മ ഈസ് ഫ്രം കച്ചി. സോ അതായിരിക്കണം. അതൊക്കെ ഓരോ ഡിവിഷൻസ് ആണ് കേട്ടോ ഇൻ മുസ്ലിംസ്. എനിക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയുന്നിടത്ത് ചോദിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ. ഇല്ല, നീ ലാസ്റ്റ് ഇട്ട്. സോ ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ്. പുറത്തു പോവാണ്. കുറച്ച് ലിഫ്റ്റ് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വിടാനായിട്ട് നേരത്തെ ഇറങ്ങി. ബാക്കിൽ വരുന്നുണ്ട്. സോ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായില്ല പറയാൻ. എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യുന്നത്. ലിഫ്റ്റ് ഈസ് ഹിയർ. വീഡിയോസ് എന്തെങ്കിലും കേട്ടോ. ഇപ്പോഴാണ് ഈദ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ബിരിയാണി പറഞ്ഞല്ലോ. ഞാൻ വീഴാണ്ട് നോക്കൂ. കോപ്പിറൈറ്റ് വരും. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ച സ്ഥലമൊക്കെ ക്യാൻസൽ ചെയ്തു. കാരണം നല്ല തിരക്കും പിന്നെ ലൈറ്റ് പോകുന്ന വിചാരിച്ചിട്ട്. തൊട്ടടുത്തേക്ക് പോകാനും ബസ് കാത്ത് നിൽക്കണം. ബസ് വരുന്നില്ല. ഹായ് ഹായ്. ബസ് വരുന്നില്ല. നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഈദ് മുബാറക് പറയും. ഈദ് മുബാറക്. ഡേസി ഗോൾസ് ടെക്നിക്ക് എനിക്ക് എടുക്കണം. പക്ഷെ എൻ്റെ ചെരുപ്പ് ഈ ഷർട്ട് എടുത്താൽ മതി കേട്ടോ. Wow, so nice, like a princess. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തു തരുമോ? മുമ്മിന വന്നിട്ടുണ്ട് ഗായ്സ്. ഈദ് മുബാറക് മുമ്മിന. ഫോട്ടോഷൂട്ടാണ്. ലൈറ്റ് പോകുന്ന മുന്നേ വേഗം നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കണം. സോയ അവിടെ ഉണ്ട്. ഹായ് സോയ. ഈദ് മുബാറക്. I love you. Do you love me? സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ച് ഈദ്
വ്ളോഗ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നാട്ടിലത്തെ പോലെ ഭയങ്കര അടിപൊളിയൊന്നുമല്ല ഇവിടെ, കാരണം ആരും ഇല്ലല്ലോ. മിക്ക ആൾക്കാർക്കും വർക്കിംഗ് ആയിരിക്കും ഇന്ന്. അപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ എണീക്കുക, ഫുഡ് കഴിക്കുക, നിസ്കരിക്കുക, ഫ്രണ്ട്സിനെ കാണാൻ പോവുക, ഫോട്ടോ എടുക്കുക, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. സോ അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം പീരീഡ്സ് ആയതുകൊണ്ട് നിസ്കാരം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുള്ളത് കൊണ്ട് അടിപൊളിയാക്കി. എന്തൊക്കെ വന്നാലും വീട്ടുകാരുടെ കൂടെ ഉണ്ടാവുന്ന പോലെ ഉണ്ടാവില്ല. അപ്പം ഇൻഷാ അല്ലാ എല്ലാ കൊല്ലം വിചാരിക്കും ഒരു പെരുന്നാളെങ്കിലും വീട്ടുകാരുടെ കൂടെ ആവണമെന്ന്. ബട്ട് നടക്കാറില്ല. അടുത്ത കൊല്ലെങ്കിലും അതിനെ പറ്റട്ടെ ഇൻഷാ അല്ലാ. ഇപ്പം നാളെയാണ് നാട്ടിലൊക്കെ ഈദ് നാളെ. ഇന്നെല്ലാവരും വീട്ടിൽ എല്ലാവരും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നാളെയും വിളിക്കണം. എല്ലാവരും വിളിച്ചിട്ട് ഈദ് മുബാറക്ക് ഇപ്പോൾ പറയണം. സോ വൺസ് അഗെയിൻ ഈദ് മുബാറക്ക് ടു ഓൾ. ഈ വ്ളോഗ് എപ്പോഴാണ് ഇടാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ യെസ്, എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യുക. അൽമാരി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സെൻഡ് ചെയ്ത് തന്നതാണ് ഔട്ട്ഫിറ്റ്. എൻ്റെ എല്ലാ പ്രാവശ്യത്തെ ഇതിനും അവർ തന്നെയാണ് എനിക്ക് ഇടാറ്. ചെറിയ പെരുന്നാൾ അവരായിരുന്നില്ല വൈറ്റ് കളറിൻ്റെ. ബാക്കി എല്ലാ കൊല്ലവും ഞാൻ അവരുടെ തന്നെ ഇടാറ്. സോ മേക്കപ്പ് ഇഷ്ടമായിട്ടോ. മേക്കപ്പ് ഇത്ര നേരമായിട്ടും അടിപൊളിയായിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.